ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഭീകര ശൃംഖലയുടെ പങ്ക് അന്വേഷിക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ നിർണായക ദൃശ്യങ്ങളാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ മിനിറ്റിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് ഫോർട്ടിന് സമീപം കാർ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിനകത്ത് കൂടുതൽ നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങൾ, പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി അമിത്ഷായും തമ്മിൽ നടക്കുന്ന നിർണായക കൂടിക്കാഴ്ചകൾ ഒരു വശത്ത്, തുടരുന്ന പരിശോധനകൾ, വളരെ നിർണായകമായിട്ടുള്ള ചില അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ, ഓപ്പറേഷൻ സിന്ദൂർ 2.0 കടക്കാൻ ഒരുങ്ങുകയാണോ രാജ്യം എന്നുള്ള ചോദ്യം ഒരു വശത്തെല്ലാം നിൽക്കുമ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, ആകസ്മികമായിട്ടുണ്ടായ സ്ഫോടനമാണ് ഇത്. ഈ സ്ഥലത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നില്ല. ഒന്നുകിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയപ്പോൾ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളും അങ്ങനെയുള്ള സൂചനകളും പുറത്തു വരുന്ന സമയത്ത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. അത് എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നത്? അപർണ, ഭയപ്പെടുത്തുന്ന നമ്മൾ എല്ലാവരും തിരക്കിലൊക്കെ ഇറങ്ങി സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന വിഷ്വലുകളാണ് ഇപ്പോൾ നമ്മൾ ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ജനത്തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ജനത്തിരക്കുള്ള നിരവധി വാഹനങ്ങൾ നിരത്തിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു വാഹനം അതിമാരക സ്ഫോടക വസ്തുക്കളുമായി ആൾത്തിരക്കിനിടയിൽ പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ, ഏറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 6:52 ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു 300-400 മീറ്റർ മാത്രം വ്യത്യാസമുള്ള ഒരു സിഗ്നൽ സമയത്താണ് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ്. വാഹനങ്ങളെല്ലാം മെല്ലെ പോകുന്ന, അടുക്കി വാഹനങ്ങൾ പോകുന്ന, എല്ലാ വാഹനങ്ങളും ചേർന്ന് പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. നമുക്കറിയാം നിരവധി ബൈക്കുകളും കാറുകളും അതുപോലെ കാൽനട യാത്രക്കാരും ചുറ്റും ചെറിയ കടകളുമുണ്ട്. വലിയ വീതിയുള്ള റോഡല്ല അവിടെ. 4 വരി പാതയാണെങ്കിലും അപ്പുറത്തും എല്ലാ വാഹനങ്ങളും ചേർന്ന് പോകുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം. നമുക്ക് CCTV ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു തീഗോളം അവിടെ ഒരു ജംഗ്ഷനിൽ വാഹനങ്ങൾ തൊട്ട് പോകുന്ന വാഹനങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു തീഗോളം ഉയർന്നു വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏറെ ഭയപ്പെടുത്തുന്ന, ആരുടെയും മനസ്സ് നടുക്കുന്ന ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6:50 തിങ്കളാഴ്ച വൈകുന്നേരം 6:50 ഓടുകൂടി ഇത്തരത്തിലൊരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. നമ്മൾ ആദ്യം പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചത് അതൊരു CNG വാഹനം സ്വാഭാവികമായും ഒരു അപകടം ഉണ്ടായതായിരിക്കാമെന്നുള്ളതാണ്. പിന്നീടാണ്, മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഇതൊരു വലിയ ഭീകരാക്രമണമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏറെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതുവരെ 12ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ കൊല്ലപ്പെട്ടവരിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന ആളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ നിമിഷം റെഡ് ഫോർട്ടിലെ ചാന്ദിനി ചൗക്കിലേക്ക് പോകുന്ന വഴിയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ പ്രദേശത്തെ പലയിടങ്ങളിലായി പല രീതിയിൽ ആളുകൾ നിൽക്കുകയായിരുന്നു. യൂട്യൂബേഴ്സ് അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, വോക്സ് പോപ്പുകൾ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നതും മീറ്ററുകൾ അപ്പുറം 100-200 മീറ്ററുകൾ അപ്പുറമുള്ളവർ പോലും ഈ ഒരു സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ട് പേടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ മണിക്കൂറിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി യഥാർത്ഥ സംഭവം, അവിടെ എന്താണ് ഉണ്ടായതെന്നുള്ള ദൃശ്യങ്ങൾ കൂടി ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ CCTV ദൃശ്യങ്ങളാണ്. അതായത് 4 വരി പാതയിൽ, വളരെ തിരക്കേറിയ ഒരു 4 വരി പാത, ആ 4 വരി പാതയിൽ കൂടി വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞു പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു റോഡ് മുഴുവൻ, ആ 4 വരി പാത മുഴുവൻ തീഗോളമാവുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് നമ്മൾ അവിടെ നടന്നതെന്ന് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. 12 പേരുടെ ജീവൻ നഷ്ടമായ ഒരു അപകടം, ഒരു ദുരന്തം, ഒരു സ്ഫോടനം. ആ സ്ഫോടനത്തിൽ അവിടെ വലിയ രീതിയിലുള്ള 40ഓളം സാമ്പിളുകളാണ് ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള അതിമാരകമായിട്ടുള്ള സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അതിമാരകമായിട്ടുള്ള സ്ഫോടന വസ്തുക്കൾ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ ദൃശ്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമ്മൾ കാണുന്നത് പോലെ നമുക്കറിയാം നിരവധി വാഹനങ്ങൾ, അതിൽ കൊച്ചു കുട്ടികളുണ്ട്, തൊട്ടടുത്ത് നിരവധി കടകളുണ്ട്, വാഹനങ്ങളുണ്ട്. ആ കടയിലേക്ക് നടന്നു കയറുന്ന ആൾക്കാരുണ്ട്. ആ നടു റോഡിലാണ് ഇത്തരത്തിൽ തിരക്കേറിയ ഒരു 7 മണി സമയം ആളുകൾ ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന സമയം, പ്രത്യേകിച്ച് റെഡ് ഫോർട്ട് അടക്കമുള്ള സ്ഥലങ്ങൾ. അന്ന് ഒരു ആശ്വാസമുള്ളത് അന്ന് റെഡ് ഫോർട്ട് അവധിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അല്ലെങ്കിൽ സ്ഥിതി മറ്റൊന്നായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവിടെ മരണസംഖ്യ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതൊരു സ്വാഭാവികമായി, അതായത് ഈ ഭീകരൻ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടല്ല അവിടെ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്നിട്ട് പോലും അറിയാതെ പൊട്ടിയിട്ട് പോലും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായെങ്കിൽ, അവർ പ്ലാൻ ചെയ്താണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ തീവ്രത എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുകയാണ് അപർണ. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അഭിലാഷി നേരത്തെ പറഞ്ഞ പോലെ ഈ നേരത്തെ അറസ്റ്റിലായ മുസമ്മൽ ഷക്കീലിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഒഴിവായിരുന്നത് ദീപാവലിക്ക് ഒരുപക്ഷെ രാജ്യം നെടുങ്ങി വിറയ്ക്കുന്ന വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ അത് തടയാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിവരം പുറത്തേക്ക് വരുന്നു. നടപ്പിലാക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്ഫോടന വസ്തുക്കൾ ഉപേക്ഷിക്കാൻ വേണ്ടി പോയ സമയത്താണോ ഈ സ്ഫോടനം ഉണ്ടായത്? ഈ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു സ്ഥിരീകരണമായിരിക്കും ഒരുപക്ഷെ ഈ നിർണായക യോഗങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക, അല്ലേ? അപർണ, ഇപ്പോൾ ഈ ഫരീദാബാദിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ ഇവരുടെ നീക്കങ്ങൾ പോലീസും പ്രത്യേക അന്വേഷണ സംഘങ്ങളും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഒക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു സ്ഫോടനം ഡൽഹിയിൽ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ കൂട്ടത്തിലെ ചിലരെ പോലീസിന് പിടികൂടാനും അതുപോലെ 2900 കിലോയോളം വരുന്ന എക്സ്പ്ലോസീവ്സും ഇവർക്ക് പിടികൂടാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇത്തരത്തിൽ തൻ്റെ കൂട്ടാളികൾ പിടിയിലായി, തൻ്റെ പ്ലാൻ എല്ലാം പൊളിയും എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് ഇയാൾ സ്വന്തമായി കാറെടുത്ത്, അതായത് ഈ ഒരു സ്ഫോടനം നടത്താനായിട്ട് സ്വന്തം കാറ്, ഈ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന മറ്റൊരു സ്വന്തം പേരുള്ള വാഹനം അവിടെ ഹരിയാനയിൽ ഫരീദാബാദിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു വാഹനവും എടുത്തുകൊണ്ട് i20 കാറും എടുത്ത് 10 ദിവസം മുമ്പ് വാങ്ങിച്ച, അത് വ്യാജരേഖകൾ കാണിച്ച് വാങ്ങിച്ച വാഹനവുമായി ഇയാൾ ഡൽഹിയിലേക്ക് കടക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ പോലീസ് പിന്തുടരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇയാൾ ആശങ്കയിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഇയാൾ ചെങ്കോട്ട സമീപത്തെത്തുന്നതും പിന്നീട് ഈ എക്സ്പ്ലോസീവ്സ് വണ്ടിയിലിരുന്ന് പൊട്ടിത്തെറിക്കുന്നതും. നമുക്കറിയാം പോലീസുമായി ബന്ധപ്പെട്ട് വലിയ NIA 10 അംഗ സംഘത്തെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിവരികയാണ്. ജമ്മുവിലും ഫരീദാബാദിലും ഒരേ സമയം വിവിധ ഇടങ്ങളിൽ പരിശോധനകളും റെയ്ഡുകളും നടക്കുകയാണ്. നിരവധി അറസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. നവംബർ 10-ാം തീയതി 6:50 രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം എന്താണ് ഉണ്ടായത് എന്നുള്ളതിന്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18-ലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു സംഘം, ഫരീദാബാദിലെ ഈ ഡോക്ടർമാരുടെ സംഘം രാജ്യത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടി അവർ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കളാണ് അതിലൊരു ഭാഗമാണ്. അതായത് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിടികൂടാൻ കഴിയാത്തതാണ് ഇയാൾ കൊണ്ടുപോയിരുന്നത് എന്നുള്ളതാണ്. ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ പോലീസിന് കിട്ടാത്ത സാധനമാണ് കൊണ്ടുപോയിരുന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ അതായത് ഇവർക്ക് പോലീസ് എത്രത്തോളമാണോ പിടിച്ചത് അതിൽ പരം സാധനങ്ങൾ, എക്സ്പ്ലോസീവ്സ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങൾ ഇവർക്ക് എവിടുന്ന് കിട്ടി, ആരിവർക്ക് ഇത് സംഘടിപ്പിച്ചു കൊടുത്തു, ഇവരിത് എവിടെ സൂക്ഷിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരം, മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന ഈ ഭീകരൻ, ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ള ഭീകരൻ താഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്, അതായത് ഹരിയാനയിലെ താഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഉമർ നബി എന്ന് പറയുന്ന ഈ ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം DNA പരിശോധനയ്ക്ക് ശേഷം നമുക്ക് സ്ഥിരീകരിക്കാമെങ്കിലും ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പോലീസിന്റെ NIA കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളത്, ഈ കാര്യങ്ങളുടെ എല്ലാം
ഇവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തേണ്ടി വരും. കൃത്യമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞ 24 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഉമർ നബി എന്ന് പറയുന്ന ഭീകരന്റെ മാതാവ്, സഹോദരങ്ങൾ, ബന്ധുക്കളുടെ ഫോണുകളെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ നേരത്തെ